മുഴുവൻ പറയാൻ കിട്ടും ആജി പനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങളെ മനുഷ്യൻ, അതായത് ഞങ്ങളെ വെല്ലിപ്പ, ഞങ്ങളെ ആജിപ്പ എന്ന് വിളിക്കും. ഈ ഒരു മനുഷ്യന്റെ കഥയാണ് ഞാനിപ്പോ ചെറിയൊരു ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. ഈ എന്താ റെഫർ ചെയ്തത്? യെസ് ഗൈസ്, ഞാനിപ്പോ ആജിപ്പാന്റെ സർട്ടിഫിക്കറ്റ് അവിടെ വൃത്തിയാക്കുമ്പോ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചതാണ് നിങ്ങൾ പണ്ട് എന്തായിരുന്നു ചോദിച്ചതാണ്. അത് ഞാൻ കണ്ട് സർട്ടിഫിക്കറ്റിനെ കുറെ പൊയ്ക്കണ്. പക്ഷെ ഞാൻ കഥകളൊക്കെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് നമ്മൾ ആച്ചാക്ക്, അതായത് എന്റെ അമ്മാന്റെ അനിയത്തിക്ക് ഇതുപോലെ ഞരമ്പ് പൊട്ടി, അന്ന് ഞരമ്പ് പൊട്ടിക്കൊന്നും മരുന്നില്ലാത്ത കാലമായിരുന്നു. ഗ്രൂപ്പിലുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് അങ്ങനെ എന്താണ് എവിടെ മരുന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ അസുഖം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആജിപ്പാന്റെ മോൾക്കാരൻ എന്ത് ചെയ്ത് ഒരു മരുന്നൊക്കെ കണ്ടെത്തിയിരുന്നു. അത് അങ്ങനത്തെ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാട്ടോ ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ്. സംഭവം കൊറേയൊക്കെ പോയിക്കണം, എന്നാലും ഇത് കണ്ടപ്പോ ഞാൻ തന്നെ ഒന്ന് നെട്ടിയേ. ഇത് ഞാൻ ഇപ്പൊ ചോദിച്ചത്, അത് ഞങ്ങളെ കണ്ടപ്പോ ഞാൻ വെറുതെ ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ ഈ സത്യം അറിയുന്നത്. അതിപ്പോ അത് പിടിച്ചാണ്ടി. പിന്നെ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാനും ഷംലി ഇരുന്ന് ഓരോ കഥകളും കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഓരോ കഥ ഇങ്ങനെ പറയണ രംഗാട്ടോ ഈ കാണുന്നത്. എന്തായാലും ഇതുപോലെ എത്രയോ മനുഷ്യരെ നമ്മൾ അറിയാതെ പോണത്, അതും നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ കഥകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയാനുള്ളത്. ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നമ്മളൊന്ന് അന്വേഷിച്ച കുറെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കും കിട്ടുവേ. മാഷാ അല്ലാഹ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവർക്കും ദീർഘായുസ്സും നല്ല ആരോഗ്യം നൽകട്ടെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാം.